നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു. സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാക്കും. ക്ഷേമ പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിൽ ഉള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ 1600 രൂപയിൽ നിന്ന് 1700 രൂപയിലേക്കുള്ള ഒരു വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. 100 മുതൽ 200 രൂപ വരെ വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ മാസം പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിക്കും. നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഗഡുവും കൂടി ചേർത്ത് ഡിസംബറിൽ 2 ഗഡു 3200 രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്, ക്യാൻസർ രോഗബാധിതർക്ക് സർക്കാർ നൽകുന്ന ക്യാൻസർ പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ജീവനം ക്യാൻസർ സൊസൈറ്റി ആവശ്യപ്പെട്ടു. വിവിധ ജില്ലകളിൽ വ്യത്യസ്ത രീതിയിലാണ് പെൻഷൻ നൽകുന്നത്. ചില താലൂക്കുകളിൽ കൃത്യമായി നൽകുമ്പോൾ ചിലയിടങ്ങളിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ക്യാൻസർ ചികിത്സ വളരെയേറെ ചിലവേറിയ കാലഘട്ടത്തിൽ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പെൻഷൻ വിതരണത്തിലുണ്ടാകുന്ന അപാകതകൾ മൂലം പലർക്കും ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പെൻഷൻ വിതരണത്തിൽ ഏകീകൃത സ്വഭാവമുണ്ടാക്കി എല്ലാവർക്കും കൃത്യമായി പെൻഷൻ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.